അന്നാ ഷാപ്പില് ആദ്യം എന്താ കണ്ടത്? ഹായ്, ഫേസ്ലെസ് ആണ്. ഞാനിന്നൊരു മൂവി കണ്ടു, പ്രാവിൻകൂട് ഷാപ്പ്. അതൊരു ത്രില്ലറാണ്. അതിനകത്ത് ഡാർക്ക് ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നെഗറ്റീവായി പറയാനുണ്ടെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. പ്രാവിൻകൂട് ഷാപ്പ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ത്രില്ലർ മൂഡിലുള്ള മർഡർ മിസ്റ്ററി സിനിമയാണ്. അതിനൊപ്പം ഡാർക്ക് ഹ്യൂമർ ഉണ്ട്. ശ്രീരാജ് ശ്രീനിവാസന്റെ ആദ്യ സംവിധാന സംരംഭം എന്നുള്ള ലേബലോടുകൂടി വന്ന ഈ ചിത്രം ടോഡി ഷോപ്പ് എന്ന വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതിന് പിന്നിലുള്ള അന്വേഷണവുമാണ് കാണിക്കുന്നത്. ഇതിന്റെ കഥാസാരം എന്ന് പറയുന്നത്, ഒരു മഴയുള്ള രാത്രിയില് ഒരു കള്ളുഷാപ്പിൽ മദ്യപിക്കാനും ചീട്ട് കളിക്കാനും ഒക്കെ വന്ന സംഘത്തില് കള്ളുഷാപ്പിന്റെ മുതലാളി തന്നെയായ ആള്, അതായത് ബാബു എന്ന ആള് തൂങ്ങി മരിക്കുന്ന നിലയിൽ കാണുന്നിടത്താണ്. രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളുകുടിക്കുന്നു, ചീട്ടുകളി, കള്ളുകൂടി ചീട്ടുകളി, കള്ളുകൂടി ചീട്ടുകളി, കള്ളുകൂടി ചീട്ടുകളി. ഇതിനെ കുറിച്ചുള്ള സംശയം, അതായത് ഇതൊരു തൂങ്ങി മരണമല്ല, അതൊരു കൊലപാതകമാണ് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ വരുമ്പോ സംശയം പലരിലേക്കും വീഴുന്നുണ്ട്. അപ്പോഴാണ് SI സന്തോഷ്, നമ്മുടെ ബേസിൽ ജോസഫ് ചെയ്ത ക്യാരക്ടർ ഈ കേസിന്റെ അന്വേഷണത്തിനായി എത്തുന്നത്. സന്തോഷ് ഒരു നല്ല ചിട്ടയും ഒതുക്കവും കാംനെസ്സും ഒക്കെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ ആള് ബുദ്ധിപരമായിട്ടാണ് ഓരോ കേസും തെളിയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഇത്തിരി സൈക്കോ നേച്ചറും ആളിലുണ്ട്. ആദ്യ പകുതി നല്ല രസമായിട്ട് പോയി, ത്രില്ലർ മൂഡില്. പക്ഷെ രണ്ടാം പകുതിയില് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ ഫലിക്കാതെ പോയത്. അഭിനേതാക്കളുടെ പ്രകടനം വെച്ചിട്ട് ബേസിൽ ജോസഫ്, സന്തോഷ് എന്ന പോലീസുകാരനെ നമ്മൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ, അതായത് ബേസിൽ ജോസഫിന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ആ കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ തന്നെ ബേസിൽ ജോസഫ് അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. കഥയുടെ താളമൊക്കെ മാറുന്നതിനനുസരിച്ച് സന്തോഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ അദ്ദേഹം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. സൗബിൻ സാഹറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, കണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്തെ ബേസിലിനോടൊപ്പം തന്നെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടർ, ആ കള്ളുഷാപ്പിലെ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ കഥാപാത്രമായിട്ടാണ് സൗബിൻ സാഗർ വരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇതായിട്ട് പറയാനുള്ളത്, ഇതിനകത്ത് അദ്ദേഹം പിടിച്ചിരിക്കുന്ന മാനറിസങ്ങളാണ്. ഇതിനകത്ത് ഈ ഒരു കണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഞൊണ്ടിയാണ്, ഒരു കാലിന് വലിപ്പം കുറഞ്ഞ ഒരു ഞൊണ്ടിയാണ്. പക്ഷെ അത് മനോഹരമായിട്ട് സൗബിൻ സാഗർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉടനീളം ത്രൂ ഔട്ട് ആ ക്യാരക്ടർ വിടാതെ അദ്ദേഹം നന്നായിട്ട് ആക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിനുണ്ടാകുന്ന, അതായത് കണ്ണന്റെ വേദനയും നാണക്കേടും ഒക്കെ അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിലാണെങ്കിലും കണ്ണുകളിലാണെങ്കിലും ശരീരഭാഷയിലാണെങ്കിലും ഒക്കെ പ്രകടമായിരുന്നു. പിന്നെ ഇതിനകത്ത് നായികയായിട്ട് വരുന്ന ചാന്ദിനി, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മേക്കപ്പ് ആണ് നമുക്ക് കുറച്ച് ബോധിക്കാത്ത രീതിയിലുള്ളത്. കാരണം ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് നമുക്ക് ഒരാളിൽ മേക്കപ്പ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അവരെ ഡാർക്ക് സ്കിൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ക്യാരക്ടറാണ് ആ സിനിമയിലുള്ളത്. അതായത്